ഡെയിലി ഇപ്പം പോലും പ്രൈവറ്റ് ബസ് ലീവ് വേക്കൻസിയാണ് ഓടുന്നത്. KSRTC തിരിച്ചെടുത്തിട്ടില്ല. ഇത്രയും തോന്നിയാസം കാണിച്ച മേയറും MLA ഇപ്പം നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. അപ്പം അതിനൊക്കെ ഒഴിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ KSRTC ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ BJP കാരനെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെ അടുത്തും കാണിച്ചിട്ടുണ്ട്. ഞാൻ CIT യൂണിയനിലുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലമെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേഷം തന്നിട്ടുണ്ട് BJP കാരെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടിയില്ല. ഇപ്പോൾ ജീവിതം ഇങ്ങനെയാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് ഓരോ തവണയും ഓടി, അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ്. മോൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മേയർ ഇപ്പോൾ യഥേഷ്ടം ജോലി ചെയ്തു, ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പം ആംഗ്യം പറഞ്ഞില്ലേ, അപ്പോൾ ആംഗ്യം പറയുമ്പോഴത്തേക്ക് എനിക്കും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും എല്ലാവരും കുടുംബം ആയിട്ട് ജനിച്ചതാണ് ഞാനും. അപ്പോൾ ഈ ആംഗ്യം സ്ത്രീകളെ കാണിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ഇതിൽ പ്രതിഷേധവും കാര്യങ്ങളുമായിരുന്നു ഈ മേയർ ഉന്നയിച്ചത്. അപ്പം ഞാൻ ഈ ആംഗ്യം കാണിച്ചെന്ന് പറയുന്ന മേയർ ഉന്നയിച്ച കാര്യങ്ങൾ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ അധിക്ഷേപിച്ചതിനും ചാനലുകളിൽ കൂടെ എല്ലാവരും എന്നെ അധിക്ഷേപിച്ച കാര്യങ്ങളുണ്ട്. ഇവൻ ആംഗ്യം കാണിക്കുന്നവനാണ്, ഇവൻ പെണ്ണുങ്ങളെ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ മാനവും നാണവും ഇല്ലാതെ സ്ത്രീയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. ആവശ്യത്തിന് വേണം, എല്ലാവർക്കും വേണം, പക്ഷെ ദുരുപയോഗം ചെയ്യുകയാണ് ബാക്കിയുള്ളവരുടെ പേരിൽ.